നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ വൻ വർധന. അതിശക്തമായ മത്സരം നടന്ന വേങ്ങരയിൽ 10%, വണ്ടൂർ, മഞ്ചേരി മണ്ഡലങ്ങളിൽ 8% പോളിംഗ് വർദ്ധിച്ചതായി കണക്കുകൾ. ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം ഉയർന്നതോടെ കാറ്റ് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ന ചർച്ചകൾ മുറുകുന്നു. പോളിംഗ് ശതമാനത്തിലെ വർധനവ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം വർദ്ധിച്ച വേങ്ങരയിൽ വിജയം പ്രവചനാതീതമാണ്. പ്രമുഖ ലീഗ് നേതാവ് കെ എം ഷാജിയും ഇടത് സ്വതന്ത്രൻ സബാഹും തമ്മിലായിരുന്നു ഇവിടെ പ്രധാന മത്സരം. 2021 പി കെ കുഞ്ഞാലിക്കുട്ടി വിജയിച്ച മണ്ഡലമാണ് വേങ്ങര. അന്ന് 69.88% വോട്ടർമാരാണ് പോൾ ചെയ്തിരുന്നത്. ഇത്തവണ അത് 79.83% ഉയർന്നു. വണ്ടൂരിലും മഞ്ചേരിയിലും 8%-ലേറെയാണ് പോളിംഗ് വർദ്ധിച്ചത്. വണ്ടൂരിൽ 2021 73.66 ആയിരുന്നു പോളിംഗ്. ഇത്തവണ 81.33% പേർ വോട്ട് ചെയ്തു. മഞ്ചേരിയിൽ 2021 74.32% ഉണ്ടായിരുന്ന പോളിംഗ് ഇത്തവണ 82.52% ഉയർന്നു. ഏറനാട്, പെരിന്തൽമണ്ണ, വള്ളിക്കുന്ന് മണ്ഡലങ്ങളിൽ 6%-ലേറെയും കോട്ടക്കലിൽ 5%-ഉം ഇത്തവണ പോളിംഗ് വർദ്ധിച്ചിട്ടുണ്ട്. ഏറനാട് മണ്ഡലത്തിൽ 2021 77.68% ഉണ്ടായിരുന്ന പോളിംഗ് ഇത്തവണ 83.27%-ആയും പെരിന്തൽമണ്ണയിൽ 74.73% ഉണ്ടായിരുന്നത് 80.25%-ആയും വള്ളിക്കുന്നിൽ 74.46%-ആയിരുന്നത് 80.92%-ആയും പോളിംഗ് ഉയർന്നിട്ടുണ്ട്. അതിശക്തമായ മത്സരം നടന്ന തിരൂർ, തവനൂർ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം വർദ്ധിച്ചത് ഇരു മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്നു. തിരൂരിൽ 73.21%-ആയിരുന്നത് 76.99%-ആയും തവനൂരിൽ 74.40%-ആയിരുന്നത് 77.8%-ആയുമാണ് വർദ്ധിച്ചത്. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. തിരൂരിൽ താനൂർ MLA ആയ മന്ത്രി വി അബ്ദുറഹ്മാനും തിരൂരിലെ സിറ്റിംഗ് MLA ആയ കുറുക്കോളി മൊയ്തീനും തമ്മിലും തവനൂരിൽ സിറ്റിംഗ് MLA ഡോക്ടർ KT ജലീലും കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയിയും തമ്മിലായിരുന്നു പ്രധാന മത്സരം. തിരൂർ നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF കേന്ദ്രങ്ങൾ. 5000-ഓളം വോട്ടുകൾക്കെങ്കിലും വിജയിക്കുമെന്നാണ് ലീഗ് കണക്കുകൂട്ടൽ. എന്നാൽ പോൾ ചെയ്ത 1.96 ലക്ഷം വോട്ടിൽ 1 ലക്ഷം വോട്ട് അബ്ദുറഹ്മാന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM. തിരൂരിൽ അവസാന നിമിഷമായിരുന്നു അബ്ദുറഹ്മാനെ സ്ഥാനാർത്ഥിയായി CPM പ്രഖ്യാപിച്ചത്. നേരത്തെ താനൂരിലെ സ്ഥാനാർത്ഥിയായി CPM സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാനെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അദ്ദേഹം തിരൂർ സീറ്റ് ആവശ്യപ്പെടുകയും പാർട്ടി അനുമതി നൽകുകയുമായിരുന്നു. മത്സര രംഗത്തിറങ്ങിയത് മുതൽ തിരൂരിൽ പ്രചാരണോളം സൃഷ്ടിച്ചാണ് അബ്ദുറഹ്മാൻ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തവനൂരിൽ ഡോക്ടർ KT ജലീൽ 4000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുമ്പോൾ VS ജോയ് 3000-ലേറെ വോട്ടുകളുടെ വിജയമാണ് കണക്കുകൂട്ടുന്നത്. തുടർച്ചയായി 3 തവണ KT ജലീൽ വിജയിക്കുന്ന മണ്ഡലം പിടിച്ചെടുക്കാനായി കടുത്ത മത്സരമാണ് UDF നടത്തിയിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വൻ പ്രചാരണ പരിപാടികൾ ലീഗ് നേരിട്ട് തന്നെ സംഘടിപ്പിച്ചിരുന്നു. ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം വർദ്ധിച്ചതോടെ UDF ക്യാമ്പുകൾ വലിയ വിജയ പ്രതീക്ഷയിലാണ്. മുഴുവൻ മണ്ഡലങ്ങളിലും വിജയം ഒപ്പം നിൽക്കുമെന്നാണ് UDF കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പ് വേളയിലെ അനുകൂല കാറ്റ് ഇത്തവണയും വീശിയതിന്റെ ലക്ഷണമായാണ് പോളിംഗ് വർധനവിനെ അവർ കാണുന്നത്. വേങ്ങരയിലെ വൻ വർധനവ് ഇതിന്റെ തെളിവാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ സിറ്റിംഗ് മണ്ഡലങ്ങൾ നിലനിർത്തുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. നിലമ്പൂർ, വള്ളിക്കുന്ന് മണ്ഡലങ്ങളിൽ അവർ അട്ടിമറി പ്രതീക്ഷിക്കുന്നുമുണ്ട്. സംസ്ഥാനത്താകെ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണെന്നാണ് ഇടത് കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ മലപ്പുറവും കൈവിടില്ലെന്നാണ് പ്രതീക്ഷ. ജില്ലയിൽ CPM-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാന പോരാട്ടം നടന്നത് തിരൂരിലും താനൂരിലുമാണ്. താനൂർ മണ്ഡലം വിട്ട് ലീഗിന്റെ ശക്തി കേന്ദ്രമായ തിരൂരിൽ മത്സരിക്കാൻ മന്ത്രി വി അബ്ദുറഹ്മാൻ എടുത്ത തീരുമാനത്തോടെയാണ് 2 മണ്ഡലങ്ങളിലെ മത്സരം നിർണായകമായത്. അബ്ദുറഹ്മാന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തിരൂർ സീറ്റ് മത്സരിക്കാൻ നൽകിയത്. അതോടെ താനൂരിലെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് പാർട്ടി അനിശ്ചിതത്വത്തിലായിരുന്നു. താനൂർ നിലനിർത്താനും തിരൂർ പിടിച്ചെടുക്കാനും സാധിക്കേണ്ടത് CPM-ന് അനിവാര്യമാണ്. എഡിറ്റർ ലൈവ്, തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.
ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.